നോക്കി നോക്കുമ്പോൾ എൻ്റെ മുഹിബുകളും മുരീദുകളും ഒക്കെ അതിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ പറഞ്ഞേക്കാം, എൻ്റെ ശിഷ്യരെ, എൻ്റെ മുരീദുമാരെ, നിങ്ങളിൽ ഒരാളടക്കം എല്ലാരെയും എന്നെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകോളം എൻ്റെ കാൽപാദം നിന്നേടത്തിന് നീ പിരിയുകയില്ല. മഹാനായ ശൈഖ് തങ്ങൾ അവർകൾ മുരീദുകളോട് പറഞ്ഞു, ഉമ്മത്തി ഉമ്മത്തി ഇദൻ ലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ ഖാല റസൂലുള്ളാഹി. അങ്ങേക്ക് തൃപ്തി വരുവോളം ഞാൻ അല്ലാഹു തആല ആഖിറത്തിൽ വെച്ച് നാം നിങ്ങൾക്ക് സ്ഥാനം നൽകുമെന്ന് അള്ള പറയുമ്പോൾ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലാകുമ്പോൾ എനിക്ക് പൊരുത്താവൂല. എല്ലാവരെയും സ്വർഗത്തിൽ കടത്തിയാലേ എനിക്ക് മതി വരുള്ളൂ, അപ്പോഴേ എനിക്ക് സ്വർഗം വേണ്ടൂ എന്ന് റസൂലുള്ള പറഞ്ഞ പോലെ മഹാനായ ശൈഖ് തങ്ങൾ എൻ്റെ മുരീദുമാരെല്ലാവരും സ്വർഗത്തിൽ പോവുമെങ്കിലേ എൻ്റെ പാദം മാറുള്ളൂ എന്ന് തൻ്റെ മുരീദുമാരെ സാക്ഷിയാക്കി തന്നെ പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഉന്മേഷം നൽകാൻ, അവർക്ക് ദൃഢത നൽകാൻ വേണ്ടി പറഞ്ഞ ബഹുജ 100 വാചകം വെച്ചിട്ട് ആ റിക്കാർഡിലുള്ളവരൊക്കെ സ്വർഗത്തിലാണെന്ന് വിവരം കിട്ടിയെന്ന് വിവരിച്ചപ്പോ ആ റിക്കാർഡിലുള്ളവരുടെ കൂട്ടത്തിലെങ്ങാനും ആരെങ്കിലും ഉണ്ടോന്നറിയാൻ ബഹുമാനപ്പെട്ടവർ പറയുന്നു, നോക്കി മലക്കിനോട് ചോദിച്ചു, അസ്റായിലിനോട്, മാലിക്കിനോട്. മാലിക് എന്ന മലക്കിനോട് ചോദിച്ചു, ബഹുജ 100-ാം പേജിൽ തന്നെ പറയുന്നുണ്ട്. മാലിക് എന്ന മലക്കിനോട് ചോദിച്ചു, എൻ്റെ മുരീദുമാരാരെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ വിവരത്തിൽ സ്വർഗത്തിലുണ്ട് നരകത്തിലുണ്ടോ? ഇല്ല. മാലിക് എന്നവരും മറുപടി പറഞ്ഞു. ഇതാ സംഭവം. കൺകൂടാ വട്ടത്തിൽ എൻ്റെ മുരീദുമാരുടെ റിക്കാർഡ് സ്വർഗത്തിൽ കടക്കുന്നവരായി തനിക്ക് നൽകപ്പെട്ടപ്പോൾ ഇതിൽ കണ്ണെത്തിയവരായ ആളുകളെ മുഴുവൻ കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് മാലിക് എന്ന നരകത്തിന്റെ കാവൽക്കാരനായ ഓഫീസറോട് തനിക്ക് നരകക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ടാകുമല്ലോ അല്ലാഹ്, അതിലൊന്നും വിശ്വാസമല്ലേ? എന്നാ ബനി ഇസ്ലാമത്ത് തന്നെ വിശ്വാസമല്ല എന്ന് പറയേണ്ടി വരും. ഓരോ മനുഷ്യൻ ജനിക്കുന്നതിൻ്റെ മുൻപ് 4-ാം മാസം റൂഹ് ഊതിയിട്ട് ഓനെ നരകത്തിലോ സ്വർഗത്തിലോ നെയ്ത റിക്കാർഡ് അള്ളാന്റെ ഭാഗത്തുണ്ട്, മലക്കുകളുടെ ലോകത്തുണ്ട്, ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. ഇത് പഠിക്കണം ആദ്യം. അപ്പൊ മാലിക് എന്ന മലക്കിന്റെ കയ്യിൽ നരകക്കാരായ മുഴുവൻ ആളുകളുടെയും ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ എൻ്റെ മുരീദുമാരുണ്ടോ എന്ന് മാലിക്കിനോട് ചോദിച്ചപ്പോ മാലിക് പറഞ്ഞു ഇല്ല. ഇത് ബഹിജത്തുൽ അസ്റാറിൽ പറഞ്ഞ വിവരമാണ്. ഈ വിവരം അതേപടി ഉദ്ധരിക്കുന്ന മാലക്കാരൻ എന്ത് പേശു? ഇതിലെന്താ പിഴവ്? ഇങ്ങനെ സംഭവിക്കില്ലെങ്കിലല്ലേ പിഴവ്? മാലിക്കിനോട് ചോദിക്കാൻ പറ്റൂലേ? മാലിക്കിനോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റൂലേ? മാലിക്കിന് ഇത് പറയാൻ പറ്റൂലേ? പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അതല്ലേ തെളിയിക്കേണ്ടത്? അപ്പൊ ശരിക്കും ഇസ്ലാമിക പ്രമാണത്തിൽ തെളിയുന്ന സംഭവം അതേപടി വിവരിച്ചതിന്റെ മുഴുവൻ ഭാഗവും നോക്കാതെ വളരെ വിസ്തരിച്ചു പഠിക്കേണ്ട വിഷയം ലളിതമാക്കി മനസ്സിലാക്കിക്കൊണ്ട് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മഹാനായ ശൈഖ് അവർകളെയും മാലിയെയും വിമർശിക്കുന്നത്. ഇതുപോലെ തന്നെ ശൈഖ് അവർകളെ അർത്ഥമറിയാതെ പിടിച്ചു വിമർശിക്കുന്ന ഒരു വാചകമാണ്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭകം എന്നോവർ. എന്താ മഹാൻ പറഞ്ഞത്? ബഹിജ നോക്കിയിട്ട് ബഹിജയിലെ വാചകം വെച്ചിട്ട് വേണ്ടേ മാല വിവരിക്കാൻ? ഇത് മാലക്കാരൻ തന്നെ പറഞ്ഞിട്ടില്ലേ? ബഹിജയുടെ 24-ാം പേജിൽ മഹാൻ പറയുന്നു, ലൗലാ ലിജാമു ശരീഅത്തി അലാ ലിസാനി ലഅഖ്ബർതുകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും അൻതും ബൈന യദയ്യ കൽ ഖവാരീർ തുറാമാ ഫീ ബവാതിനികും വളവാഹിരികും എന്ന് മഹാനായ ശൈഖ് തങ്ങൾ അവർകൾ തൻ്റെ ഒരവസ്ഥയിൽ താനും ശിഷ്യന്മാരും ഇരിക്കുമ്പോൾ വൈബിന്റെ ലോകത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്ന വെളിച്ചം കൊണ്ട്, തേജസ് കൊണ്ട്, ആ വെളിച്ചം കിട്ടിയ കൽബിന്റെ പ്രഭാപൂര വലയത്തിൽ അവിടെ സന്നിഹിതരായ മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിന്റെ അറയിലുള്ളത് കുപ്പിൻ്റെ അകത്തുള്ളതുപോലെ കണ്ടപ്പോൾ മഹാനർ വിവരിച്ചതാണ്, ശരീഅത്തിന്റെ വിലക്കില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് ഞാനിപ്പോൾ പറയുമായിരുന്നു. പറഞ്ഞിട്ടില്ല, വലൗലാ ലിജാമു ശരീഅ അലാ ലിസാനി, ശരീഅത്ത് എന്റെ നാക്കിന് കടിഞ്ഞാനിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കണ്ണിൽ കണ്ടതൊക്കെ വിളിച്ചു പറയരുതടോ, കൽബിൽ തെളിയുന്നതൊക്കെ പറയാനുള്ളതല്ലടോ. അത് പറയണം. കൽബിൻ്റെ അകത്ത് തോന്നുന്ന ഖാത്തിർ ബന്നങ്ങനെ പോകുകയാണെങ്കിൽ കുറ്റം കിട്ടൂല. മാലം യതഹദ്ദസ് ബിഹി ഖാല റസൂലുള്ളാഹി. പറഞ്ഞാൽ ചിലപ്പോൾ കുറ്റം കിട്ടും, പറഞ്ഞാൽ കുറ്റം കിട്ടും. നടക്കുന്ന ഒരാളിങ്ങനെ പോകുമ്പോൾ ഓനിപ്പോൾ ആ പെരയിന്ന് പോണത് തോന്നല ചിലപ്പോൾ നമുക്ക് ഏതോ ഒരു വീട്ടിൽ നിന്ന് അന്തിപ്പാതിരാക്കൊരു മൂലേര് ഫാത്തിഹ ഓതി പോവുക. ഫാത്തിഹ ഓതി പോണ മൂലേര് പോണുണ്ടാല് കള്ളൻ നിഷേധി പുറത്തു നിന്നിട്ട് പറഞ്ഞു,
മൂപ്പര് ആ വരവ് ഇപ്പൊ കണ്ടാലേ ആ എന്ന് പറയുന്ന സംഭവം മനസ്സിന്റെ അകത്ത് അങ്ങനെ തോന്നിയത് അങ്ങനെയാണ് പോവുകയാണെങ്കിൽ തിരക്കിടില്ല. അപ്പൊ തന്നെ തിരിക്കണം. ഇതിപ്പം വ്യഭിചരിച്ച് തന്നെ പോകുകയാണ് എന്ന് എൻ്റെ മനസ്സിൽ വിധി എഴുതുന്നത് തെറ്റല്ലേ, കുറ്റല്ലേ? അയാൾ വല്ല ആവശ്യത്തിനും വന്ന് ആ ആവശ്യം നിർവഹിച്ചു പോകുകയാണെങ്കിലോ എന്ന് തിരിച്ച് ചിന്തിക്കേണ്ട മനുഷ്യൻ അതങ്ങനെ തന്നെ വിശ്വസിച്ചാൽ സൂഉല്ലന്നെ കുറ്റം കിട്ടും. അല്ലെങ്കിൽ നാക്കുകൊണ്ട് പറഞ്ഞാൽ കുറ്റം ഗീബത്ത്, അനാവശ്യമായ ഗീബത്ത് പറഞ്ഞ കുറ്റം കിട്ടും, പരദൂഷണം. ഇത് പറയാതെ അങ്ങനെ പോയാലോ കുറ്റം കിട്ടില്ല. അപ്പൊ കൽബിൽ വന്നതൊക്കെ പറയാനുള്ളതല്ല എന്ന് പഠിപ്പിക്കുകയാണ് ഞാൻ. ഇത് തന്നെയാ ശൈഖും പറയണത്. വലൗലാ ലിജാമു ശരീഅത്തി അലാ ലിസാനി, എന്റെ നാക്കിന് ശരീഅത്ത് വിലങ്ങിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, ശരീഅത്തിന്റെ കടിഞ്ഞാനില്ലെങ്കിൽ, ലഅഖ്ബർതുകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങൾ ഈ ഇരിക്കുന്നവർ തിന്നുന്നതും നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് സൂക്ഷിച്ചതുമൊക്കെ ഞാൻ പറയുമായിരുന്നു. അൻതും ബൈന യദയ്യകൽ ഖവാരീർ തുറാമാ ഫീ ബവാത്തിനികും വളവാഹിറുകും, നിങ്ങൾ കുപ്പിന്റെ മാതിരിയാണ്. കുപ്പിൻ്റെ ഉള്ളിൽ വെള്ളാണെങ്കിൽ കാണൂലേ, ചായ ആണെങ്കിൽ കാണൂലേ, മറ്റെന്തോ ആണെങ്കിൽ കാണൂലേ. തെളിഞ്ഞ വെള്ളക്കുപ്പി, ആ വെളുത്ത കുപ്പി പോലെ ഉള്ളിലുള്ളത് മുഴുവൻ തുറന്നു തരുന്ന ഹൃദയമാണ് നിങ്ങളുടെ ഹൃദയം. അതുകൊണ്ട് ഹൃദയത്തിലുള്ളതൊക്കെ വേണമെങ്കിൽ ഞാനിപ്പം കാണും എന്ന് ഒരവസ്ഥയിൽ, ആ അവസ്ഥയിലിരിക്കുന്ന മുരീദുമാരുടെ അവസ്ഥ തനിക്കപ്പോൾ വെളിപ്പെടുന്ന വൈബ് വെച്ചിട്ട് ശൈഖ് അവറുകൾ പറഞ്ഞതാണ്. ഇത് എന്നുമുള്ള ശൈഖിന്റെ അവസ്ഥയാണെന്ന് തന്നെ ബഹ്ജയിലില്ല. എന്നും ശൈഖ് അതും കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തന്നെ ബഹ്ജിയിലില്ല. മൂപ്പരെ കണ്ണ് എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് ബഹ്ജി പറഞ്ഞിട്ടുമില്ല. ഇത് ഇരിക്കുന്ന സമയത്ത് അപ്പ കുപ്പിയിലുള്ള മാതിരി എല്ലാം കാണുന്നു എന്ന് ആ അവസ്ഥ പറഞ്ഞതാണ്. തൊട്ടടുത്ത അവസ്ഥയിൽ തന്നെ മാറാം, മാറാതെയും ഇരിക്കാം. ആ പറഞ്ഞ വാക്യമാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ. നിങ്ങളെ കൽഭകം ഞാൻ കാണുമെന്ന് ആരോട് പറഞ്ഞു, എപ്പം പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നറിയാതെ വിമർശിക്കാതെ ബഹ്ജയുടെ 24-ാം പേജ് വായിക്കട്ടെ. ആ അവസ്ഥയിൽ പറഞ്ഞത് സത്യമാണ്. ഈ അവസ്ഥ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം വഅലമു മാ തദ്ഖിറൂന ഫീ ബുയൂതികും വഅലമു മാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും എന്ന് ഈസാ നബി അലൈഹിസ്സലാം മുഅ്ജിസത്തായി കൊണ്ട്, നമ്മൾ നിഷേധിച്ചാൽ കാഫിറായി പോകുന്ന വിധം തെളിഞ്ഞിട്ടുള്ള മുഅ്ജിസത്തായി കൊണ്ട് ഖുർആനിലുണ്ടെങ്കിൽ, നിഷേധിച്ചാൽ കാഫിറാകാത്ത വിധം, നിഷേധിച്ചാൽ കള്ളനാകുന്ന വിധം മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾക്ക് കറാമത്തായും കിട്ടി എന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇതിലെന്താണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളത്? യാതൊന്നുമില്ല. അത്തരത്തിൽ തന്നെയാണ് വിഷയം തിരിയാതെ പറയുന്നത്. 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം മൂരൂരാ കുളിച്ചോവർ. 40 വട്ടം ജനാബത്തുണ്ടായിട്ട് 40 വട്ടം ഒരു രാത്രി കുളിച്ചു. ബമ്പം തന്നെ. ബമ്പം തന്നെ. നല്ലൊരു സ്ഥീലമ്പടൻ. ഒറ്റാക്ഷേപം. അള്ളാ, പറയാനൊരു പേടിയില്ലപ്പോൾ. ശൈഖ് തങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്ന ഒരാളപ്പോൾ തങ്ങൾ പരിചയപ്പെടുത്തി. ആരോ ഒരാൾ തങ്ങളിപ്പോൾ പോയി വന്ന സ്ഥലത്തുണ്ട്, ഇന്നലെ പോയ സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. ലോകം ശൈഖ് തങ്ങളെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു എന്ന് പറയലോ. അപ്പം ഇയാൾ വാശിയുണ്ട് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നു. അയാളുടെ നാട്ടിൽ എന്നിട്ട് ആ മൂലേര് പാവം ശൈഖ് തങ്ങൾ എന്ന് പറയാറിയല്ലോ. എന്താ ഈ ഹംഖിൻ്റെ നാക്കിൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് കേൾക്കണ്ടെന്ന് കരുതിയിട്ട്, ഇവൻ്റെ നാക്കിൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണ്ടെന്ന് വരണ്ടെന്ന് കരുതിയിട്ട് ഈ പണ്ഡിതൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. ഇതാണ് കൂട്ടരെ സുന്നിയാളെ മനസ്സ്. ഈ ഒരു ചങ്ങാലിയെ പോലത്തെ പലരും പിഴച്ചു ഗുരുത്തം കിടണ്ടെന്ന് കരുതിയിട്ട് പറയാതിരിക്കുന്ന സുന്നി മനസ്സ്, ഈ നല്ല മനസ്സുകാർക്കിടയിൽ ശൈഖിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി പറയുന്നവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? എന്താ ശൈഖിന്റെ ഈ അവസ്ഥ? ഇതൊരൊറ്റ അവസ്ഥയിൽ തനിക്കുണ്ടായ ഒരു സംഭവം വിവരിച്ചതാ ശൈഖ്. 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം വെറുതെ കുളിച്ചോ. ഇത് ശൈഖിന്റെ നല്ല സൂക്ഷ്മമായ അവസ്ഥയാണ്. അദ്ദേഹം പറയാണ്, എൻ്റെ ചുറ്റി സഞ്ചരിക്കുന്ന കാലത്ത് നിംതു ബി ഈവാനി കിസ്റ ഫീ ലൈലത്തിൻ ശദീദത്തിൽ ബർദ്, നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ കിസ്റയുടെ കൊട്ടാരത്തിൻ്റെ കവാടത്തിങ്കിൽ ഞാൻ അന്തി ഉറങ്ങി. ഫഹ്തലംതു, ക്ഷീണിച്ച് പരവശനായിട്ടുണ്ട് ഞാൻ. എൻ്റെ സഞ്ചാരകാലമാണ്. സഞ്ചരിച്ച് നടക്കുന്ന ആ കാലത്ത് പരവശനായിട്ട് ഉറങ്ങിയപ്പോൾ ക്ഷീണിച്ചുറങ്ങുമ്പോഴുള്ള ഒരു സ്കലിക്കൽ, ആ സ്ഖലനത്തിൽ ഫഹ്തലംതു, എനിക്ക് സ്ഖലനമുണ്ടായി. അന്നത്തെ എൻ്റെ അവസ്ഥ
ഖനനമുണ്ടായാലും ജനാപത്തുണ്ടായാലും പിന്നെ കുളിച്ച് ജനാപത്ത് തീർക്കാതെ ഉറങ്ങൂല.